അന്ന് ചൊല്ലിയ ബൈത്തുകൾ വെച്ച് നോക്കുമ്പോ അതിൽ അള്ളാഹുവിന്റെ മഹത്വങ്ങൾ പറയുന്ന വരികളില്ല, അതിൽ ഇസ്ലാമിന്റെ മഹത്വങ്ങൾ പറയുന്ന വരികളില്ല, അത് അള്ളാഹുവിന്റെ പ്രവാചകനെ പ്രകീർത്തിക്കുന്ന വരികളല്ല, മറിച്ച് അതിലുള്ളത് അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ പറയുന്ന വരികളല്ല. ഔലിയാക്കന്മാരെന്ന പേരിൽ ഇവര് കൊണ്ടു നടക്കുന്ന ചില ആളുകളുടെ കള്ളക്കറാമത്തുകളാണ്, ഇല്ലാത്ത കറാമത്തുകളാണ്. അത് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പഠിപ്പിച്ചു. അത് ചൊല്ലാൻ ഇവിടെ പഠിപ്പിക്കുകയാണ്, അത് ചൊല്ലിപ്പിക്കുകയാണ്, അത് നിർബന്ധമായ ഒരു ആചാരമായി പഠിപ്പിക്കപ്പെടുകയാണ്. അവര് ചൊല്ലി വന്നത്, അവര് പഠിച്ചു വന്നത്, അവരാചരിച്ചു വന്നത് അള്ളാന്റെ മഹത്വങ്ങളല്ല, ഔലിയാക്കന്മാർക്ക് ഇല്ലാത്ത കറാമത്തുകളാണ്. ഞാനൊരൊറ്റ ഉദാഹരണം പറയാം. ഒരു 19 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ സജീവമായി ചൊല്ലിയിരുന്ന ബൈത്താൻ മുഹിയദ്ദീൻ മാല, അതേപോലെ തന്നെ റിഫായി മാല. മുഹിയദ്ദീൻ മാലയിൽ ഒരു വരി ഞാൻ പാടാം. മുഹിയദ്ദീൻ ശൈഖിന്റെ അടുക്കലേക്ക് ഒരാൾ വന്നിട്ട് പറയാൻ, മര്യാദയുള്ള സിറിക്കൊരു കുട്ടിയെ മന്നാനെ നൽകി നീ അങ്ങ് മൊളിന്തോവർ. ഒരാള് വന്നിട്ട്, ഒരു ഹാദിമ വന്നിട്ട് മുഹിയദ്ദീൻ ശൈഖിനോട് പറയാണ്, മുഹിയദ്ദീൻ ശൈഖേ, എനിക്ക് കുട്ടികളില്ല, എനിക്ക് കുട്ടികളെ തരണം മുഹിയദ്ദീൻ ശൈഖേ, എനിക്കൊരു കുട്ടിയെ തരണം മുഹിയദ്ദീൻ ശൈഖേ. ഉടനെ തന്നെ മുഹിയദ്ദീൻ ശൈഖ് അള്ളാനെ വിളിച്ചിട്ട് പറയാണ്, എന്റെ ഹാദിമിന് കുട്ടിയെ വേണമെന്ന് പറയുന്നുണ്ട് റബ്ബേ, അവനൊരു കുട്ടിയെ കൊടുക്കണം റബ്ബേ. മറുപടി എന്താണെന്നറിയോ? മറുപടി ലൗഹിൽ അവർക്കില്ല പിള്ളകൾ, മുറുക്കുന്ന 2 കൊടുക്കൂ നീ ദയ്യാനേ. അല്ല പറയാണ്, ലൗഹുൽ മഹ്ഫൂദിൽ അവർക്ക് കുട്ടികളില്ല എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടികളെ തരാൻ ഒരിക്കലും സാധ്യമല്ല. ഇത് യഥാർത്ഥ മുഹിയദ്ദീൻ ശൈഖ് അല്ല, ഇത് മുഹിയദ്ദീൻ ശൈഖിന്റെ പേരിൽ കള്ളപ്രചരണം നടത്തുകയാണ്. മുഹിയദ്ദീൻ ശൈഖ് ഉടനെ തന്നെ അള്ളാനോട് പറഞ്ഞു, 1 തരാൻ പറ്റൂലേ, 2 കൊടുക്ക്. ഉടനെ തന്നെ വീണ്ടും പറയാണ്, കൊടുക്കാൻ എളുപ്പത്തിലില്ലെങ്കിൽ 3 എണ്ണം കൊടുക്കേണമങ്ങിനെ 7ഓളം വിണ്ടോവർ. 800 തീരും മുമ്പായിറയോവൻ എംബി ഞാൻ 7 കൊടുക്കാമതെന്നോവർ. അല്ല പറഞ്ഞു 2 കൊടുക്കാൻ പറ്റൂല. ഉടനെ തന്നെ മുഹിയദ്ദീൻ ശൈഖ് പറഞ്ഞു, എന്നാ 3 കൊടുക്ക്. അല്ല പറഞ്ഞു അതും കൊടുക്കാൻ പറ്റൂല. ഉടനെ തന്നെ മുഹിയദ്ദീൻ ശൈഖ് പറഞ്ഞു 4 കൊടുക്ക്, 5 കൊടുക്ക്, 6 കൊടുക്ക്. അവസാനം 7 പറഞ്ഞപ്പോ മുഹിയദ്ദീൻ ശൈഖിനോട് അല്ല പറയാണ്, എന്താ പറഞ്ഞതെന്നറിയോ? 800 തീരും മുമ്പായിറയോവൻ എംബി ഞാൻ 7 കൊടുക്കാമതെന്നോവർ. മുഹിയദ്ദീൻ ശൈഖ് 8 എന്ന് പറയല്ലേ, 8 എന്ന് പറഞ്ഞാൽ 8 ഞാൻ തരേണ്ടി വരും. അതുകൊണ്ട് 7 കച്ചവടം ഉറപ്പിക്കാം. ഇത് കേൾക്കുന്ന സാധാരണക്കാര് ചിന്തിക്കുന്നത് എന്താ? നമ്മുടെ മുഹിയദ്ദീൻ ശൈഖ് എന്ന് പറഞ്ഞാൽ അല്ല ചോദിച്ചത് മുഹിയദ്ദീൻ ശൈഖ് ചോദിച്ചത് കൊടുത്തിട്ടില്ലെങ്കിൽ അത് പിടിച്ചു വാങ്ങാൻ വരെ കഴിവുള്ളവരാണ്, ശക്തിയുള്ളവരാണ്. അല്ല തെരൂല എന്ന് പറഞ്ഞ കാര്യങ്ങൾ വരെ പിടിച്ചു വാങ്ങാൻ ശക്തിയുള്ളവരാണ് നമ്മുടെ ശൈഖ്. നിങ്ങളൊന്ന് ആലോചിച്ചു, ഇത് കേൾക്കുന്ന ഒരു സാധാരണക്കാരന്റെ മനസ്സിൽ എന്താ ഉണ്ടാകുക? നമ്മളെ മൊയ്തീൻ ശൈഖ് എന്നൊക്കെ പറഞ്ഞ നിങ്ങൾ വിചാരിച്ച ആളല്ലോ, അല്ല തെരൂല എന്ന് പറഞ്ഞ കാര്യം വരെ പിടിച്ചിങ്ങടെ വാങ്ങിത്തരുന്ന ആളാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ അങ്ങാടിയിൽ ഇരിക്കുന്നവരോട്, എന്റെ പ്രിയപ്പെട്ട സമസ്ത സഹോദരന്മാരോട് നെഞ്ചിലേക്ക് കൈവച്ചുകൊണ്ട് പറയാൻ പറ്റുമോ? എല്ലാ നമസ്കാരാനന്തരവും നമ്മൾ പറയുന്ന ഒരു വാചകമില്ലേ? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത. അല്ലാഹുവേ, നീ തരാത്തത് തരാൻ, നീ തരാത്തത് കൊണ്ടുതരാൻ, നീ തന്നത് പിടിച്ചു വെക്കാൻ ലോകത്തൊരാൾക്കും സാധ്യമല്ല എന്ന് പ്രഖ്യാപിക്കുന്ന മുസ്ലിമേ, ഇത് വിശ്വസിക്കാൻ നമുക്ക് പറ്റുമോ? ഇത് വിശ്വസിക്കാൻ നമുക്ക് പറ്റുമോ? എങ്ങനെയാ മുസ്ലിം സമൂഹം അള്ളാഹുവിലേക്ക് നീട്ടുന്ന കൈ അവന്റെ സൃഷ്ടികളിലേക്ക് നീട്ടുന്ന ഒരവസ്ഥ ഉണ്ടായത്? മാലകൾ പഠിപ്പിക്കപ്പെട്ടത് കൊണ്ടാണ്, മാലകൾ ചൊല്ലിയത് കൊണ്ടാണ്. ഒരൊറ്റ ഉദാഹരണം കൂടെ ഞാൻ പറയാം. മുഹിയദ്ദീൻ ശൈഖിന്റെ അടുക്കലേക്ക് ഒരു പെണ്ണ് വന്നിട്ട് പറയാണ്, എന്റെ ഭർത്താവ് മരണപ്പെട്ടു പോയി, എന്റെ ഭർത്താവിന് എനിക്ക് തിരിച്ചു തരണം. വലിയ ഒരു ഹാദിം മൗത്തായേ സംഗീതം അവരെ സൗജത്ത് വന്ന് പറഞ്ഞാരേ. ഒരാള്, ഒരു പെണ്ണ് വന്നിട്ട് പറയാണ്, എന്റെ ഭർത്താവ് മരിച്ചുപോയി, എന്റെ ഭർത്താവിന് എനിക്ക് തിരിച്ചു തരണം. അങ്ങനെ മുഹിയദ്ദീൻ ശൈഖ് എന്താ ചെയ്യുന്നറിയോ? ഈ കഥയിലൊന്നും ചോദ്യമില്ലട്ടോ, ഇതൊക്കെ കഥയാണ്. എന്താ പറയണെന്നറിയോ?
എന്താ പറയണെന്ന് വെച്ചാൽ മുഹ്യിദ്ദീൻ ഷെയ്ഖിന്റെ അടുക്കൽ വന്നിട്ട് പറയാം, എന്റെ ഭർത്താവ് മരിച്ചു, എന്റെ ഭർത്താവിന്റെ റൂഹ് എനിക്ക് തിരിച്ചു തട്ടണമെന്ന് പറഞ്ഞു. നേരെ എന്ത് ചെയ്തു, മലക്കുകളെടുത്ത് ചെന്നിട്ട് പറഞ്ഞു. എന്താ മലക്കുകളെടുത്ത് ചെന്നിട്ട് പറഞ്ഞെന്നറിയോ, എന്റെ ഹാദിമിന്റെ റൂഹ് ഉണ്ട്, നിങ്ങളെ കയ്യിൽ വേഗം തരണം, എന്റെ ഹാദിമിന്റെ റൂഹ് നിങ്ങളെ കയ്യിലുണ്ട്, തിരിച്ചു തരണമെന്ന് പറഞ്ഞു. അപ്പൊ മലക്കുകൾ പറഞ്ഞെന്തറിയോ, തനിയൊണ്ടാരുളൽ പൂടിത്തേതയ്യങ്ങീനെ താരും ഞാൻ എന്ന് മാലക്ക് നാവിണ്ടോവർ. അല്ല പറഞ്ഞിട്ടാണ് ഞങ്ങൾ റൂഹ് പിടിച്ചത്, അതുകൊണ്ട് ഇത് തരാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പൊ എന്താ ചെയ്തെന്നറിയോ, നവിൽ കേട്ട് കയ്യിലാമേർ പീഡിത്തുള്ളൈ സംബിലൈ വേഗം പൂടിത്ത് പറന്നോവർ. അന്നാളിൽ വാങ്ങിയ റൂഹുകളൊക്കെയും ഉണ്ടന്ത കൊട്ടയിൽ ക്ഷണമിൽ തുറന്നോവർ. തുറന്നിട്ടത് തന്നെ ഉള്ള ഉയർകളെ തുള്ളിപ്പറപ്പിച്ച് പറ്റി പീടുത്തോവർ. മലക്കുകൾ ഇങ്ങനെ കൊട്ടയിലാക്കിയിട്ട് ഇങ്ങനെ റൂഹ് കൊണ്ടുപോവാ. ഞാനൊരൊറ്റ കാര്യം പറഞ്ഞിട്ടെ, ഇവിടുത്തെ കേരളത്തിലെ ആദരണീയരായ സമസ്തക്കാരുടെ അഖീദ അശ്അരി അഖീദയാണ്. അശ്അരി അഖീദയിൽ ഒരു കാര്യം വിശ്വസിക്കണമെങ്കിൽ മുതവാത്തിറായ ഹദീസെങ്കിലും വേണം. അതാണ് അശ്അരി അഖീദന്റെ അസ്ലി. ഞാൻ ചോദിക്കട്ടെ, റൂഹിനെ പിടിച്ചിട്ട് കൊട്ടയിലാണ് റൂഹിനെ കൊണ്ടുപോവാന്ന് ഏത് ഹദീസിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? എന്നിട്ടോ റൂഹ് ഇങ്ങനെ കൊണ്ടുപോവാണ്. മലക്കുകളോട് ചോദിച്ചു, മലക്കുകൾ കൊടുത്തില്ല, ഒരൊറ്റ തട്ട അന്ന് പിടിച്ച റൂഹൊക്കെ സ്വതന്ത്രമായി. അങ്ങനെ അവസാനം എന്തായിന്നറിയോ, മലക്കുകൾ പേടിച്ചിട്ട് അള്ളാന്റെ അടുക്കലേക്ക് ചെല്ലാൻ വിട്ടതൈ കണ്ട് അല്ലാന്റെ ബലിമഹദറത്തിലെത്തി പറഞ്ഞോവർ. അപ്പോൾ മലക്കോട് അല്ലാഹ് അരുളിയെ ഒന്നു കൊടുത്തെങ്കിൽ മറ്റുള്ളതൊക്കെയും പോകുമോ ചോദിച്ചത് എന്റെ കൗസല്ലേ പൂതി പോൽ ഞാനോരിൽ കൊടുപ്പാവനെന്നോവർ. അള്ളാന്റെ അടുത്ത് എന്നിട്ട് മലക്കുകൾ നഊദു ബില്ലാഹ് മലക്കുകൾ പരാതി പറഞ്ഞു, പടച്ചോനെ ഇങ്ങനെ മൊയ്തീൻ എന്ന് പറയുന്ന ഒരാള് വന്നിട്ട് റൂഹ് ചോദിച്ചു കൊടുത്തില്ല, മൂപ്പര് ഇന്ന് പിടിച്ച റൂഹൊക്കെ തട്ടിപ്പറിച്ച് കൊണ്ടുപോയി. അപ്പൊ അള്ള തിരിച്ചു പറഞ്ഞെന്തറിയോ, അള്ള എന്താ പറഞ്ഞെന്നറിയോ, എന്താ പറഞ്ഞത്, മൂപ്പരാകെ നിങ്ങളോട് ഒരു റൂഹല്ലേ ചോദിച്ചിട്ടുള്ളൂ, ആ ഒരു റൂഹ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളൊക്കെ പോവുമായിരുന്നു. എന്ത് മനസ്സിലായി? ഈ നാട്ടിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആചാരമാണ്. ഇത് ചൊല്ലിയ പുണ്യം കിട്ടും. ഇത് ചൊല്ലാത്തോന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പള്ളിയിൽ ഇമാമത്ത് നിൽക്കാൻ പറ്റൂല, ഖാദിയാകാൻ പറ്റൂല, മെമ്പർഷിപ്പ് കിട്ടൂല എന്ന് പറയപ്പെട്ട ഈ വാചകം ഇതാര് പഠിപ്പിച്ചതാണ്? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്ക്. ഞാൻ നിങ്ങളെ മനസ്സ് വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്താ അറിയോ, നമ്മുടെ ഒക്കെ ഉള്ളിന്റെ ഉള്ളില് മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം കിട്ടണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇത് കേൾക്കുന്നത്. പരലോകത്ത് ചെന്നിട്ട് നരകം കിട്ടരുതെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം സ്വർഗമല്ലേ?